വളരെ മനസ്സിന് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ദീർഘമായ യാത്ര കഴിഞ്ഞ് വരേണ്ടി വന്നതുകൊണ്ട് ഞാൻ രാത്രി മാത്രമേ എനിക്ക് വീട്ടിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ സാധാരണ ഈ മനുഷ്യർ, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ ഒരു സഹജീവി മരിച്ചു പോയെന്നിരിക്കട്ടെ, അത് കൊല്ലപ്പെടുകയോ അകാലത്തിലെ ജീവൻ പൊലിയുകയോ ചെയ്താൽ പ്രത്യേകിച്ചും അങ്ങനെ സംഭവിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും, ഈ മരിച്ചുപോയ അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകുറ്റങ്ങളോ ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെങ്കിൽ പോലും സാധാരണ മനുഷ്യരെന്നാണ് ഞാൻ പറയുന്നത്, മനുഷ്യരുടെ ഇടയിലുള്ള മൃഗങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, മനുഷ്യർ അവർ പറയും അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഉണ്ടല്ലോ, അയാളൊരു പാവമായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു നമ്മൾ പറയും. അത് സാധാരണ മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യമാണ്. മരണത്തോടുകൂടി മിക്കവാറും ആളുകളുടെ എല്ലാ വൈകല്യങ്ങളും നമ്മൾ ഒഴിവാക്കി വിടും. അവർക്ക് എന്തെങ്കിലും അവരെക്കുറിച്ച് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒഴിവാക്കി വിടും. ഇവിടെ നമ്മുടെ ഒരു സഹോദരി രഞ്ജിത നായർ, അവർ ഈ വിമാന അപകടത്തിൽ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു കേട്ടോ, കത്തിക്കരിഞ്ഞു പോയി. ആ സഹോദരി ഒരു നേഴ്സായിട്ട് UK ജോലി ചെയ്യാണ്. ഇവിടെ അവർക്ക് ഗവൺമെൻറ് ജോലി ഉണ്ട്, അത് അവധി എടുത്തുകൊണ്ട് അവർ പോയതാണ്. 5 വർഷത്തെ ലോങ് ലീവ് എടുത്ത് പോയതാണ്. അവർ ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആ വീട്ടിലുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ആ സഹോദരി ആ ജോലിക്ക് അവിടെ പോയത്. കാരണം ഇവിടെ കിട്ടുന്നതിനുമൊക്കെ നല്ല പെർക്സ് ശമ്പളവും ഒക്കെ അവിടെ കിട്ടും, അതുകൊണ്ട് പോയതാണ്. അല്ലാതെ ഇവിടെ ഈ നാട് ഉപേക്ഷിച്ച് പോയതൊന്നും അല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ചില ആളുകൾക്ക് ഉണ്ടല്ലോ, ഈ ഞരമ്പ് രോഗം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്, അങ്ങനെയുള്ള ചില ഞരമ്പ് രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, കടന്നുപോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് ആക്ഷേപിക്കുക, വളരെ വൃത്തികേട് അവരെക്കുറിച്ച് വിളിച്ചു പറയുക, ലൈംഗികമായിട്ട് ആക്ഷേപിക്കുക, അപമാനിക്കുക, സ്ത്രീകളെ പൊതുവായിട്ട് ഈ രീതിയിൽ ഈ ലൈംഗികമായുള്ള ചൊവ്വയോടുകൂടി അവരെക്കുറിച്ച് സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതിലൊക്കെ ഏർപ്പെടുന്ന ചില വൃത്തികെട്ടവന്മാരുണ്ട്. അവരെ അതുകൊണ്ടാണ് ഞാൻ ഞരമ്പ് രോഗി എന്ന് പറഞ്ഞത്. പക്ഷേ അത് വെറും ഞരമ്പ് രോഗം മാത്രമല്ല, അടികൊള്ളാത്തതിൻ്റെ സൂക്കേട് കൂടാണ്. ഇവനൊക്കെ നല്ല രീതിയിൽ ഇവരെയൊക്കെ പെരുമാറാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാരിതൊന്നും ചെയ്യത്തില്ല. അപ്പം ഞാനിത് പറയാൻ കാരണം, ഒരു നല്ല ഔദ്യോഗിക തലപ്പത്ത് ഇരിക്കുന്ന ഒരാൾ കേട്ടോ, ഔദ്യോഗിക വൃത്തിയിൽ ഒരു ഡെപ്യൂട്ടി തഹസീൽദാരാണ്. അപ്പോൾ വെള്ളാരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസീൽദാരായിട്ടിരിക്കുന്ന ഒരു പവിത്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അയാൾ ഒരു പോസ്റ്റല്ല, ഒന്നിലധികം പോസ്റ്റുകൾ ഈ സംഭവത്തെക്കുറിച്ച് അങ്ങോട്ട് ഇടാൻ തുടങ്ങി കേട്ടോ. ഈ വിമാന അപകടം എന്ന് പറഞ്ഞാൽ പൈലറ്റ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ ഓടിച്ചാണ് ഈ അപകടം ഉണ്ടാക്കിയതെന്നൊക്കെ അതൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, കാരണം അദ്ദേഹത്തിൻ്റെ അറിവ് അതിനെക്കുറിച്ച് അത്രേ കാണുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് സാരമുള്ള കാര്യമല്ല. ഏത് വെർഷനോ ആർക്കും പറയാം ഈ അപകടത്തെക്കുറിച്ചൊക്കെ, അത് പറഞ്ഞോട്ടെ. പക്ഷെ അതിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പറയുക, അത് അവരുടെ വർഗം, അതായത് അവരുടെ ജാതി എടുത്ത് പറഞ്ഞാണ് കൊല്ലപ്പെട്ടെന്ന് പറയുന്നത്. അതിലെ മരിച്ചുപോയി. മരിക്കാനുള്ള കാരണം ഇവിടുന്ന് ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്തുകൊണ്ടാണ് എന്നും പറഞ്ഞു. ശരിയാ. കാരണം ഇംഗ്ലണ്ടിൽ രഞ്ജിതയ്ക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ രഞ്ജിത ഇതേപോലെ ജന്യയുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ലായിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതും പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത്ര അന്തസ്സ് കെട്ട, ഏറ്റവും യുഗുത്സാവമായ വൃത്തികെട്ട അശ്ലീലമാണ് അയാൾ ഉപയോഗിച്ചത്. ഇതൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെ പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതും പ്രത്യേകിച്ചും മരണപ്പെട്ടു പോയ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പറയും? അവരെ വർഗീയമായിട്ട് ആക്ഷേപിക്കുക, ജാതീയമായിട്ട് അവരെ ആക്ഷേപിക്കുക, എന്നിട്ട് ആ ജാതിയിലുള്ള എല്ലാ സ്ത്രീകളെക്കുറിച്ചും പറഞ്ഞേക്കാണ്. ആ രീതിയിലാണ്. അവരെക്കുറിച്ച് അറിയാമോ? അവരെങ്ങനെ പെരുമാറും? അത് ബാക്കി എനിക്കത് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ വായിച്ച് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് അത് പറയാൻ പറ്റത്തില്ല, ഞാൻ പറയത്തുമില്ല അതെന്തായാലും പറഞ്ഞെന്ന്. കാരണം നമ്മളത്രയും ചെറുതാവാൻ പറ്റത്തില്ലല്ലോ, അത് കാരണം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും വൃത്തികേട് വിളിച്ചു പറഞ്ഞ ഒരുതിനെ എന്തായാലും അതിനെ യഥാർത്ഥത്തിൽ എനിക്ക് ആഭ്യന്തര വകുപ്പിനോട് അതിലൊരു നന്ദിയുണ്ട് കേട്ടോ.
കാരണം സാധാരണ എല്ലാ വൃത്തികേടുകളും ഒക്കെ അവർ ഈയിടെയായിട്ട് കാണിക്കാറുണ്ടായിരുന്നെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവർ ശുഷ്കാന്തമായോടുകൂടി ഒരു നടപടിയെടുത്തു. അയാളെ അറസ്റ്റ് ചെയ്തു. നല്ലത്. അയാളെ അറസ്റ്റ് ചെയ്തു, അത് വളരെ വലിയ കാര്യം. മാത്രമല്ല അയാളെ ഇപ്പോൾ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് ജില്ലാ കളക്ടർ റെക്കമെൻഡേഷനും കൊടുത്തിട്ടുണ്ട് റവന്യൂ വകുപ്പിന്. അപ്പോൾ ഇത് നോക്കിയാൽ എന്താണെന്നറിയാം, അതിൻ്റെ കാരണം എന്തിന് പിരിച്ചുവിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന ഒരാളാണ്. അയാൾ ഒരു പ്യൂണായിരിക്കട്ടെ, അതായത് ഒരു ഓഫീസ് അറ്റൻഡൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഉയർന്ന ഒരു അതായത് ചീഫ് സെക്രട്ടറി ആവട്ടെ, അതുവരെ പോകുന്നത്. ഇത് ആരായാലും ശരി, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കഴിയുന്ന ഒരാളാണ്. അയാൾക്ക് എപ്പോഴും പബ്ലിക്കിനോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഇനി കമ്മിറ്റ്മെൻ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടും പോട്ടെ, ഇതുപോലെ ഈ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ ആക്ഷേപിക്കാൻ ഇങ്ങനെയുള്ള ഒരാൾ ധൈര്യപ്പെടാമോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഭരണഘടനയിലുണ്ടല്ലോ, നമ്മുടെ രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ A ഒന്ന് വായിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാവും. രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്, നമുക്ക് റിലീജിയസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്. അതായത് മതപരമായ വൈവിധ്യം, അതുപോലെ തന്നെ ഭാഷാപരമായ വൈവിധ്യം. ഈ വൈവിധ്യങ്ങളുടെ ഇടയിൽ നമ്മുടെ രാജ്യം എങ്ങനെ മുമ്പോട്ട് നീങ്ങണം എന്ന് ഭരണഘടനയുടെ ആ വകുപ്പിൽ പറയുന്നുണ്ട്. അത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, വൺ ഷാൽ റിനൗൺസ് ഓൾ പ്രാക്ടീസസ് ഡിറോഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ. അതായത് ഒന്നാമത്തെ കാര്യം, സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന എല്ലാ പ്രവൃത്തികളും പാടെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഉള്ളപ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, കോമൺ ബ്രദർഹുഡ്, പൊതുവായ സാഹോദര്യം. ഇതെൻ്റെ സഹോദരിയാണ് മരിച്ചുപോയത്. ഇയാൾ ഈ പറഞ്ഞില്ലേ, ഈ പവിത്രൻ അയാളുടെ സഹോദരിയാണ് ഈ മരണപ്പെടുന്നതെങ്കിൽ അയാൾ ഇതേ വാചകം പറയുമോ? ഒരിക്കലും പറയത്തില്ലല്ലോ. ഇനി പറയുമായിരിക്കാം, എനിക്ക് അയാളെക്കുറിച്ച് അറിഞ്ഞൂടാ, അയാൾക്ക് സഹോദരി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അയാൾ ആരാണെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞേക്കാണ്. അപ്പോൾ അത് നമ്മുടെ ഭരണഘടനാപരമായ ബാധ്യതയെന്നുള്ള ഒഴിഞ്ഞുമാറ്റമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നടന്നേക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിനെ ശിഥിലമാക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രസ്താവനയാണ് ഈ പവിത്രൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ ഉണ്ടായേക്കുന്നത്. ഒരു പ്രസ്താവനയല്ല, ഒന്നിലധികം പ്രസ്താവനകൾ വന്നേക്കാണ്. ഇത് മാത്രം, ഇത് ഒന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പൊതുവായ സാഹോദര്യം, ഇത് രണ്ടും ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്നറിയാവോ, ഇയാളുടെ പേര് ശരിയായ നടപടി വേണം. ഇങ്ങനെയുള്ളവരെ ഒന്നും സർവീസ് വെച്ചുകൊണ്ടിരിക്കരുത്. സർക്കാർ സർവീസിൽ ഇവരെ ആവശ്യമില്ല, ഇവരുടെ സേവനം വേണ്ട. ഇവർക്ക് ഏറ്റവും നല്ലത് കക്കൂസിൽ ഒരു കരിക്കട്ട കൊടുത്ത് കക്കൂസിൽ എഴുതുമല്ലോ, അതാണ് നല്ലത്. കക്കൂസിൻ്റെ ഭിത്തിയിൽ കരിക്കട്ട കൊണ്ട് എഴുതി വെക്കാൻ പറ്റിയ യോഗ്യത മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളവർക്ക്. അതുകൊണ്ട് അങ്ങനെ ആ നിലവാരത്തിലേക്ക് പോകുന്ന ഒരാളിനെ സർക്കാർ സർവീസിൽ ആവശ്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുമുള്ളത്. യഥാർത്ഥത്തിൽ നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇത്. ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഒരിക്കലും നമ്മുടെ സഹോദരിമാരെ കുറിച്ച് പറയരുത്. സ്ത്രീകളെന്ന് പറയുന്ന അവരെ മാനിക്കാൻ പഠിക്കണം ആദ്യം. അതാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞേക്കുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ഭരണഘടന ഈ കാര്യത്തിൽ. ഒരു ഓൾ പ്രാക്ടീസസ് ഡിറോഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ, സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന എല്ലാ പ്രവൃത്തികളും പാടെ ഉപേക്ഷിക്കുക. അങ്ങനെയുള്ളപ്പോഴാണ് ഇവരെ അന്തസ്, ഈ പ്രത്യേകിച്ച് മരണപ്പെട്ട ഈ സഹോദരിയെ ആ സമൂഹത്തിന് മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ അത്രത്തോളം വലിയ അശ്ലീലം പുലമ്പിയത് ഇയാളെ വെറുതെ വിടാൻ പാടില്ല ഒരിക്കലും. ഇയാൾ പണ്ട് ചെയ്തിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടല്ല. ഇയാൾ സസ്പെൻഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. സസ്പെൻഷൻ എന്തിനായിരുന്നെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നേരത്തെ മന്ത്രിയായിരുന്ന, മുൻ MLA ആയിരുന്ന, കാഞ്ഞങ്ങാട് MLA ആയിരുന്ന ശ്രീ ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിനെ കുറിച്ച് വളരെ മോശമായ പോസ്റ്റ് ഇതുപോലിട്ടു. ആ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് അയാൾക്ക് എതിരെ നടപടിയെടുത്തിട്ട് അയാളെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പം സസ്പെൻഷൻ കഴിഞ്ഞ് അതങ്ങോട്ട് റിവോക്ക് ചെയ്തെങ്കിൽ സർവീസിലോട്ട് തിരിച്ച് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഈ അറസ്റ്റ് ചെയ്തപ്പോഴെന്താ രസം, ഓഫീസ് വന്നേക്കുന്നുണ്ടല്ലോ ഊരാ മദ്യപിച്ചിട്ടാണ്, ബോധമില്ലാത്തതുകൊണ്ട് വിളിച്ചു പറയാമെന്നായിരിക്കും പറയുന്നത്. അതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. ഇയാളെ സർവീസ് വെച്ചുകൊണ്ടിരിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്.